നമ്മളിപ്പോൾ ഉള്ളത് പടിഞ്ഞാറത്തറ ബാണാസുര സാഗർ ഡാമിലാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇവിടെ സിപ്പ് ലൈനും കുറേ അഡ്വഞ്ചർ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കെല്ലാം ഒന്ന് നടന്ന് കാണാം. ആദ്യം ഈ ഡാമിനൊന്ന് മൊത്തത്തിലൊന്ന് കണ്ടിട്ട് വരാം. അതിനുശേഷം ഓരോന്നോരോന്നായിട്ട് കാണാൻ പറ്റുമെങ്കിൽ നമുക്ക് കാണാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. അപ്പുറത്തോടെ സ്റ്റെപ്പുകളുണ്ടായിരുന്നു. നമ്മൾ സ്റ്റെപ്പ് ഉപയോഗിച്ചല്ല കയറിയത്, നേരെ റോഡ് വഴി വന്നു. അത് കുറച്ച് കൂടുതൽ കയറ്റവുമാണ്. കറങ്ങി വന്നു. ഇതാണ് നമ്മുടെ ബാണാസുര സാഗർ ഡാം. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നമുക്ക് അടുത്ത് പോയിട്ട് കാണാം. നമുക്കിതിൽ നടക്കാൻ വേണ്ടിയിട്ട് ഇൻ്റർലോക്കും കൊണ്ടൊക്കെ അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. വരുന്ന സഞ്ചാരികൾക്ക് നല്ല വിശ്വാസമായിരിക്കും. നല്ല സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ. 50 രൂപയാണ് അഡൽറ്റ്, അല്ല 50 രൂപയല്ല 40 രൂപയാണ് അഡൽറ്റ് ടിക്കറ്റ് ചാർജ്. ക്യാമറ കയറ്റുന്നതിന് എക്സ്ട്രാ പൈസ ഉണ്ട്. അതിന് 50 രൂപ കൊടുത്താൽ ക്യാമറ കയറ്റാം. നമുക്ക് താഴെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് അവർ വാൻ സൗകര്യമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചാർജ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വാനിൽ അവർ മേലേക്ക് കൊണ്ടുവന്നുള്ളൂ. സ്റ്റെപ്പൊന്നും കയറാണ്ട് ഇവിടത്തേക്ക് കൊണ്ടുവന്നു. കുറേ സൗകര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിയാണ് ഇവിടെ. ചുറ്റും മലകൾ, അതിൻ്റെ നടുക്കൊരു ജലാശയം. പക്ഷെ ഇപ്പോൾ വെള്ളം കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നടുക്കുള്ളതൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് കാണാം, ചെറിയ കുന്നുകളും കാര്യങ്ങളൊക്കെ. ചെറിയ ബോട്ടുകളും പെഡൽ ബോട്ടുകളും സ്പീഡ് ബോട്ടുകളും എല്ലാം ഇവിടെ ഉണ്ട്. അത്യാവശ്യം നല്ല ചാർജും കൊടുക്കേണ്ടി വരും ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ. ബോട്ടിൽ പോയി ചോദിച്ചോക്കാം നമുക്ക് എത്ര. ഇത് ബോട്ടിങ് കയറാനുള്ള തിരക്കാണ്. നല്ല തിരക്കുണ്ട്. ഇഷ്ടംപോലെ ഫോട്ടോഗ്രാഫിക്കും എല്ലാത്തിനും സ്കോപ്പ് ഉണ്ട് കേട്ടോ അവിടെ. ഇഷ്ടംപോലെ എപ്പോഴത്തേക്ക് നോക്കിയാലും സീനറിയാണ്. അവിടെ കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട്. കുറച്ചിങ്ങോട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഊഞ്ഞാലിൻ്റെ സെക്ഷനാണ്. അവിടെ വലിയവരും ചെറിയവരും ഒക്കെ നിന്ന് ഊഞ്ഞാലാണ്. ഇഷ്ടംപോലെ സ്ഥലമാണ്. കിഡ്സ് പ്ലേയിങ് ഏരിയയാണ് കേട്ടോ. ബലൂണ് പോലത്തെ ഒരു ഇതിൽ വെള്ളം നിറച്ചിട്ട് അതിൻ്റെ അകത്ത് ബോട്ടുകൾ ഇറക്കിയിട്ട് ചെറിയ ബോട്ടുകൾ ഇറക്കിയിട്ട് പിള്ളേർ കളിക്കുന്നതാണ്. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ചെയ്യുന്ന ആക്ടിവിറ്റീസാണ്. അതൊക്കെ ഒന്നും ഫ്രീ അല്ല. ഇവിടെ ഇഷ്ടംപോലെ ഊഞ്ഞാലുകൾ കെട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. എല്ലാവർക്കും, വലിയവർക്കും പിള്ളേർക്കും എല്ലാവർക്കും ഊഞ്ഞാലാണ്. നമ്മൾ ജസ്റ്റിനൊക്കെ ഊഞ്ഞാൽ കെട്ടിയപ്പോൾ ജസ്റ്റിന് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ആട്ടാണ് ഗൈസ്, ഭയങ്കര സ്പീഡിലാണ്. പിള്ളേരൊക്കെ ഒന്ന് കാത്തിക്കുക. എന്നാലും ഊഞ്ഞാൽ കൊടുക്കുന്ന പരിപാടിയില്ല ഗൈസ്. ഊഞ്ഞാൽ വിട്ടുകൊടുക്കൂല എന്നുള്ള ഉറപ്പിലാണ് കുട്ടിയുടെ ആടിക്കൊണ്ടിരിക്കുന്നത്. ജസ്റ്റിന് ആടിക്കൊണ്ടിരിക്കുകയാണ്. ഊഞ്ഞാൽ വിട്ടുകൊടുക്കുന്ന പരിപാടിയില്ല എന്നാണ് പറഞ്ഞത്. ആട്ടോ. ഇതാണ് ഡാമിൻ്റെ മേലെ നിന്നുള്ള വ്യൂ. ഇവിടെ വേറൊന്നും കാണാനില്ല. ഫുള്ള് വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നൊരു സ്ഥലം മാത്രം. വേറൊന്നും പ്രത്യേകിച്ച് കാണാനില്ല. ഇവിടെ എനിക്ക് തോന്നുന്നു രാത്രി അടിപൊളിയായിരിക്കും എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും ലൈറ്റുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എന്താ അവിടെ നിന്നാണ് നമ്മൾ വന്നത്. വണ്ടി കിടക്കുന്ന സ്ഥലത്ത് നിന്നാണ് നമ്മൾ വന്നത്. ഫുള്ള് ചുറ്റും കുന്നുകളാണ്. മൊത്തം കുന്നുകളാലും മലകളാലും ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ്. പ്രത്യേകിച്ച് വേറെ ഒന്നും ഇവിടെ ഇല്ല. പിന്നെ ഇവിടെ കണ്ടോ ഇങ്ങനെ നല്ല പച്ചപ്പ് പിടിച്ചിങ്ങനെ കിടക്കുകയാണ് ഈ സൈഡൊക്കെ. ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ്. ഭയങ്കര ക്രൗഡാണ് ഗൈസ്. അതാണ് അത്രയും തിരക്കുള്ളൊരു സ്ഥലമാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ചുറ്റുള്ള വ്യൂ. അവിടെയൊക്കെ വലിയ മലകൾ, അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് കാണാം. വെള്ളത്തിൻ്റെ കുറവ് മൂലം ആയിരിക്കണം അത് മൊത്തം അങ്ങനെ തെളിഞ്ഞാണ്. പക്ഷെ അപ്പാത്തി വ്യൂ ആണ് പറഞ്ഞത്. വമ്പം കാണാൻ ഭയങ്കര ലുക്കാണ്. രക്ഷയില്ലാത്ത വ്യൂ ഇട്ട് വിടുന്നത്. മാത്രം ഒരു തണലുണ്ട്. ബാക്കിയൊക്കെ പൊള്ളുന്ന വെയിലെന്ന് പറഞ്ഞാൽ മുട്ട
പൊള്ളാൻ വെയിലാണ്, ഒരു രക്ഷയില്ലാത്ത ചൂട്. ഇത് മാത്രമാണ് ഇവിടെ ഒരു ആശ്വാസമായിട്ടുള്ളൊരു സ്ഥലമുള്ളത്. അത് മേലെ ഷീറ്റല്ല, മേലെ സോളാറാണ് ഗൈസ്. അതിന് വേണ്ട സാധനങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. മേലെ സോളാറാണ് മച്ചന്മാരെ. അപ്പോൾ നമ്മൾ ഡാമിൻ്റെ മേലെ നിന്ന് തിരിച്ചിറങ്ങുകയാണ്. അവിടെ ഒരു തരത്തിൽ നിൽക്കാൻ പറ്റില്ല, അമ്മാതിരി ചൂടാണ്, ഒരു രക്ഷയില്ല. അവിടെ കല്ലുകെട്ടിക്കളിയാണ് ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മളിപ്പോൾ ഡാമിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങിയില്ല, നേരെ താഴേക്കാണ് ഇറങ്ങിയത്. അവിടെ ഒരു തരത്തിൽ നിൽക്കാൻ പറ്റുന്നില്ല, അമ്മാതിരി ചൂടാണ് മേലെ. ചില സമയങ്ങളിൽ അടിക്കുന്ന തണുത്ത കാറ്റല്ലാണ്ട് വേറെ ഒന്നും അവിടെ ഇല്ല, ഒരു തണലൊന്നുമില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാലൊരു തിരുത്തുണ്ട്, അത് ഡാമിൻ്റെ ഷട്ടർ അല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഷട്ടർ അപ്പുറ സൈഡിലെവിടെയാണ്, അത് വേറെ എന്തോണ്, സോളാറൊക്കെ വെച്ചേക്കുന്ന വേറെ എന്തോ സെറ്റപ്പാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വെച്ച് നിർത്താൻ.